അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തെ +2 സ്കൂളുകൾ, അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റ്, അൺഎയ്ഡഡ് മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. അൺഎയ്ഡഡ് മേഖലയിലാണ് സംസ്ഥാനത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ആരോപണം. എവിടെയാണ് സംസ്ഥാനത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന സർക്കാർ ബാച്ചുകൾ അനുവദിച്ച സ്കൂളുകൾ, പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത സ്കൂളുകൾ, അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകൾ, അതുപോലെ തന്നെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ, പിന്നെ പട്ടികജാതി മേഖലയിലോ പട്ടികവർഗ മേഖലയിലോ ഉള്ള ചില പ്രത്യേക സ്കൂളുകൾ. ഇവിടെയല്ലാതെ സംസ്ഥാനത്ത് എവിടെയാണ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാരിന്റെ പക്ഷത്ത് കണക്കുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പുറത്തുവിടേണ്ടതുണ്ട്. അല്ലാതെ സംസ്ഥാനത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന ആരോപണമല്ല. സംസ്ഥാനത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്വകാര്യ മേഖലയിലെ സ്കൂളുകളിലാണ്. അവിടെ 20,000-വും 30,000-വും ഫീസ് കൊടുത്ത് പഠിക്കാൻ ആളുകൾക്ക് കഴിയാത്തത് കൊണ്ട് അവൻ ഓപ്പർ സ്കൂളിലേക്ക് പോകുന്നുണ്ടാകും. അതുകൊണ്ട് സംസ്ഥാനത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് വ്യാജ പ്രചാരണമാണ്. അല്ലെങ്കിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് അടിസ്ഥാന സൗകര്യമില്ലാതെ സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച അധിക ബാച്ചുകളിലാണ്. പല സ്കൂളുകളിൽ സംസ്ഥാനത്ത് ഞങ്ങൾക്ക് ബാച്ച് വേണ്ടേ എന്നാണ് ഇന്ന് ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MLA-മാർ പല സ്കൂളുകളെയും സമീപിക്കലുണ്ട്. ഞങ്ങൾ സമീപിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കിവിടെ സൗകര്യമില്ല, ഇവിടെ അധികമായി അനുവദിക്കുന്ന ബാച്ചുകളിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ല, അവിടെ ഡെയിലി വേജസിനാണ് പഠിപ്പിക്കുന്നത്, അതിന് ഫണ്ട് കണ്ടെത്തുന്നത് സ്കൂളുകളാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവേശന നടപടിക്രമങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. മടങ്ങിയെത്താം. ഇപ്പോൾ പി ബിജു SFI നേതാവ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിജു, കോഴ്സുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു വിഷയമാണ്. എല്ലാ വിദ്യാർത്ഥികളും 10ാം തരം കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും +2-ന് തന്നെ പ്രവേശനം നേടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കണം എന്നും നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ സീറ്റുകളുടെ എണ്ണമാണോ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പാകത്തിൽ കോഴ്സുകൾ ലഭ്യമാകുന്ന ഒരു അവസ്ഥയാണോ? ഏതാണ് അഭികാമ്യമായിട്ടുള്ളത്? ഏതിലാണ് സർക്കാർ ഊന്നൽ നൽകേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഈ 10ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു അവസരം കേരളത്തിൽ ഉണ്ടാവണം. അത് +2 സീറ്റുകളുടെ അടിസ്ഥാനത്തിലും ITI, പോളിടെക്നിക്, വിവിധ കോഴ്സുകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് കടന്നു വരുവാനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് മാറാനും കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അതിനാവശ്യമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം. പക്ഷെ ഇവിടെ നടക്കുന്ന ചർച്ചകൾ 2 രൂപത്തിൽ കാണണം. ഒന്ന്, സർക്കാർ അതിൽ മുൻകൈ എടുക്കേണ്ടത് എവിടെയൊക്കെയാണ് സ്കൂൾ അനിവാര്യമായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഹയർ സെക്കൻഡറിയിൽ അധിക ബാച്ചുകൾ അനിവാര്യമായിട്ടുള്ളത്, അവിടെയൊക്കെ ഈ സർക്കാർ സ്കൂളുകൾക്ക് മുൻഗണന നൽകണം. നമ്മുടെ സർക്കാർ സ്കൂളുകൾ പരിഗണിക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ മാത്രമേ എയ്ഡഡ് മേഖലയെ പരിഗണിക്കേണ്ടതുള്ളൂ. കാരണം അതാണ് ഒരു സമൂഹത്തിന് ഗുണമാവുന്നത്. സർക്കാർ മേഖലയിൽ പുതിയ സ്ഥാപനങ്ങൾ വരുന്നതാണ്. ആ സർക്കാർ മേഖലയിൽ പുതിയ സ്ഥാപനങ്ങൾ വരാതെ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഇങ്ങനെ അനുവദിക്കുന്നതാണ് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും സുതാര്യമല്ലാത്ത രൂപത്തിൽ ഈ ഇൻഡിവിജ്വൽ മാനേജ്മെന്റ്സിനും അതോടൊപ്പം തന്നെ ഈ മതസാമുദായിക മാനേജ്മെന്റ്സിനും നൽകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വലിയ വിപുലമായിട്ടുള്ള ചർച്ച കേരളത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം മാനേജ്മെന്റുകൾക്ക് ഇതിനകത്ത് കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളതല്ല താല്പര്യം. മാനേജ്മെന്റുകൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ അധിക ബാച്ച് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പുതിയ സ്കൂൾ തുടങ്ങിയാൽ കുറെ നിയമനം നടത്താം, ആ നിയമനത്തിന്റെ ഭാഗമായി കോഴ വാങ്ങാം. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ആ താല്പര്യം ഉന്നയിക്കുന്നത്. അത് മറികടക്കാൻ സർക്കാർ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ സുതാര്യമായി ചെയ്യുകയും ഒരു ഏതെങ്കിലും പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എല്ലാ പഞ്ചായത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് സർക്കാർ മേഖലയ്ക്ക് പരിഗണന കൊടുക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് അത് ITI സീറ്റുകൾ വർദ്ധിപ്പിക്കുക, പോളിടെക്നിക്കൽ സീറ്റ് വർദ്ധിപ്പിക്കുക, VHSE മേഖലയെ ശക്തിപ്പെടുത്തുക, അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ കഴിയുമോ ആ രംഗത്തൊക്കെ ഇടപെടണം. പക്ഷെ അത് പൊതുസ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതുമേഖലയാകെ തകർത്ത് അല്ലെങ്കിൽ എയ്ഡഡ് കുറെ സാമുദായിക മാനേജ്മെന്റുകൾ കുറെ സീറ്റ് കൊടുക്കുക, അവർക്ക് കച്ചവടം നടത്താൻ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാനേജ്മെന്റ്സിന് കുറെ സീറ്റ് കൊടുക്കുക, അത് കച്ചവടം നടത്താൻ അവസരം കൊടുക്കുക, ഇതിനെ സംബന്ധിച്ച് പഠനം നടത്താതിരിക്കുക, രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു ബിജുവിലേക്ക് ഹക്കീം സാർ, ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നുണ്ട്, അധിക സീറ്റുകളും അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമല്ല ഇത് എന്ന് ഇർഷാദ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊരു തുല്യതയ്ക്കുള്ള അവസരം അല്ലെങ്കിൽ പഠിക്കാൻ അവസരങ്ങൾ എല്ലാവർക്കും ലഭ്യമാകേണ്ടതിൻ്റെ അവസര സമത്വത്തിൻ്റെ കൂടെ ചില പ്രശ്നങ്ങൾ ഇതിൽ ഉയർന്നു നിൽക്കുന്നില്ലേ? അത് ഇർഷാദ് ഉയർത്തിയ ഈ പ്രശ്നത്തെ ഈ രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഒരു വലിയൊരു അക്കാഡമിക് ഡിസ്കഷനായി നടക്കേണ്ട ഒരു ചർച്ചയാണെന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ള ഉത്തരം. രണ്ടാമതായി ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരും തന്നെ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലോകത്തുള്ള എല്ലാ സമൂഹത്തിലും വിദ്യാസമ്പന്നരായ ആളുകൾ ആ രാജ്യത്തിന് അല്ലെ ആ സമൂഹത്തിന് ഒരു അസറ്റായിരിക്കുമ്പോൾ കേരളത്തിന് മാത്രം അതൊരു ബാധ്യതയായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അതിപ്പോഴും ഈ ചർച്ചയും മുന്നോട്ട് വന്ന് അങ്ങനെ തന്നെയാണ്.
10ാം ക്ലാസ് കഴിയുന്ന മുഴുവൻ ആളുകളെയും 11, 12 +2 എന്ന ഒരു പ്രത്യേക കോഴ്സിന് തന്നെ ചേരാൻ അവസരം കൊടുക്കണം. അത് കഴിയുമ്പോൾ എന്താ എല്ലാ കുട്ടികൾക്കും ഡിഗ്രിക്ക് അല്ലെങ്കിൽ ബിരുദത്തിന് ചേരാൻ അവസരം കൊടുക്കണം എന്നുള്ളൊരു വാദം നാളെ ഉണ്ടാകാം. ഈ രീതിയിലല്ല ചർച്ച പോവേണ്ടതെന്നുള്ളതാണ് ഒരു അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് ആദ്യമേ പറയാം. പിന്നെ അഡ്വക്കേറ്റ് ഷംസുദ്ദീനും ഇർഷാദും ഒക്കെ ചൂണ്ടിക്കാണിച്ചതിലുള്ള അവർക്ക് അറിയാത്തതാണോ അവർ ഈ ചർച്ചയിൽ നിന്ന് മറച്ചു വെക്കുന്നതായ ഒരു സംഗതി ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാരണം 2010-11 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിൻ്റെ കണക്കാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ DPIയുടെ സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത്. ആ കണക്ക് പ്രകാരം 1ാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം 3,37,511. അതായത് 2010-11 3,37,000 കുട്ടികൾ മാത്രമേ കേരളത്തിൻ്റെ 1ാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ +2-ന് 3,35,400 സീറ്റ് ലഭ്യമാണ്, 50 കുട്ടികൾ ഒരു ബാച്ചിൽ വെച്ചുകൊണ്ട്. ഈ സീറ്റ് പോലും അതായത് 2021 അതായത് 6 വർഷം കഴിയുമ്പോൾ മുഴുവൻ കുട്ടികളും 10ാം ക്ലാസ് പാസ്സായി അവർക്ക് മുഴുവനും +1 അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും സീറ്റ് ബാക്കിയാണെന്നിരിക്കെ ഇനിയും +2 ബാച്ചുകൾ അനുവദിക്കുന്നത് വെറുതെ ആവും എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക്. ഈ കണക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് MLA ചോദിക്കേണ്ടായി. ഈ കണക്ക് നമ്മൾക്ക് വളരെ കൃത്യമായി കിട്ടുന്ന കണക്കാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇർഷാദിൻ്റെ ഭാഗത്തുനിന്ന് ഒരല്പം പ്രകോപനമായിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചാനലിൽ കയറി എന്തെങ്കിലും പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ. ആ രീതിയിലല്ല ഞാൻ അതിനോട് പ്രതികരിക്കുന്നത്. നേരെ തിരിച്ച് 3-4 വർഷത്തേക്ക് വേണ്ടി വരുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഓപ്പൺ സ്കൂൾ പ്രവേശമൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഇവിടെ 10ാം ക്ലാസ് പാസ്സാത്ത കുറേ കുട്ടികൾ ഓപ്പൺ സ്കൂളിൽ പോയിക്കോട്ടെ എന്ന രീതിയിലല്ല. ഇത് കഴിയുന്നതോടുകൂടി ഇവിടെ റെഗുലർ കോഴ്സിന് അവർക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതേപോലെ തന്നെ തൊഴിലധിഷ്ഠിത മേഖലയിലുള്ള കോഴ്സുകൾ കൂടി ശക്തിപ്പെടുത്തുക. ഒരൊറ്റ കണക്ക് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ തമാശയോടെ എല്ലാവർക്കും മനസ്സിലാവും. മലപ്പുറം ജില്ലയിൽ 27 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്ന ഇപ്പോഴുള്ള ഈ ചർച്ചയുടെയൊക്കെ കേന്ദ്രമായി വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ +2 സീറ്റുകളുടെ കുറവുള്ളത്. 27 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ മാത്രമുള്ള മലപ്പുറം ജില്ല. അതേസമയത്ത് തൃശ്ശൂരിൽ 36 ഉണ്ട്, കോഴിക്കോടിലും 28 ഉണ്ട്. പക്ഷേ അവിടെ മലപ്പുറത്തൊരു VHSC സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സമുദായ താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യവും ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ VHSC പോലെയുള്ള പോളിടെക്നിക് പോലുള്ള സമാന്തരമായ മറ്റു മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചന പോലും നടക്കാതെ മുഴുവൻ കുട്ടികൾക്കും +2-ന് പ്രവേശനം നൽകാവുന്ന തരത്തിൽ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയുന്നിടത്താണ്. ഇർഷാദ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് കോഴ്സുകൾ അവിടേക്ക് കൂടി കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു ചർച്ച ഒരുപക്ഷെ +2 സീറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളിൽ കുടുങ്ങി ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന സംശയം അതാണ് അബ്ദുൽ ഹക്കീം പ്രകടിപ്പിക്കുന്നത്. വളരെ ശരിയാണ്. അതായത് ഇവിടെ ആരും +2 സീറ്റ് അനുവദിക്കണമെന്ന് സവിശേഷമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല. ഉപരിപഠന ആവശ്യങ്ങളെ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അവസരം സൃഷ്ടിക്കണം. ഇവിടെ +2 സ്കൂളുകൾ മാത്രമല്ല, VHSC സ്കൂളുകൾ കൊടുത്തോട്ടെ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വർദ്ധിപ്പിക്കട്ടെ, പോളിടെക്നിക്കലും ITIകളും കൂടുതൽ അനുവദിക്കട്ടെ. എന്നിട്ട് അവിടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കട്ടെ. ഉപരിപഠനത്തിന് ആളുകൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ പഠിക്കാൻ അവസരം ഉണ്ടാവണം. അല്ലെങ്കിൽ ഗവൺമെന്റിന് ഏത് മേഖലയിലാണോ അവസരം സൃഷ്ടിക്കാൻ കഴിയുന്നത് ആ മേഖലയിൽ അവസരം സൃഷ്ടിക്കാൻ കഴിയണം. ഹക്കീം സാർ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. സംസ്ഥാനത്ത് 3-4 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ സീറ്റുകൾ അധികം വരുമെന്ന്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ. എന്താണ് ലബ്ബ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ശുപാർശ? +2 ഹയർ സെക്കൻഡറിയിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുനഃക്രമീകരിക്കണം. ഇപ്പോഴുള്ള ഒരു അക്കാദമിക സംസ്കാരത്തിന് പറ്റിയ അധ്യാപക വിദ്യാർത്ഥി അനുപാതമല്ല. അപ്പോൾ 30 വിദ്യാർത്ഥികളായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 അല്ലെങ്കിൽ 40 വിദ്യാർത്ഥികളൊക്കെയായി ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം 1:30 ആയി പുനഃക്രമീകരിക്കണം. ഇപ്പോൾ അത് 1:50 അത് വർദ്ധിപ്പിച്ച് 70, 60 ഒക്കെ ആയാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ അനുവദിക്കുന്ന ബാച്ചുകളോ അധ്യാപക തസ്തികകളോ ഒന്നും പ്രശ്നമാവുകയില്ല. അതൊരു അക്കാദമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായി നമുക്ക് വളരേണ്ടത്. ഇപ്പം നമ്മുടെ മുമ്പിൽ അനുഭവിക്കുന്ന പ്രശ്നം ആക്സസിന്റെ പ്രശ്നമാണ്. ആക്സസിന്റെ പ്രശ്നത്തിന് വേണ്ടത് നമുക്ക് പഠിക്കാനുള്ള അവസരമാണ്. ക്വാളിറ്റിയെ നമ്മളിപ്പോൾ പരിഗണിക്കലില്ല. കാര്യം ക്വാളിറ്റി രണ്ടാമത്തെ വിഷയമാണെന്നാണ് സാധാരണ അക്കാഡമിസ്റ്റുകൾ പറയല്. ഓക്കെ, നമുക്ക് സമ്മതിച്ചാൽ തന്നെ ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുകയും കൂടുതൽ അധ്യാപകരുടെ ശ്രദ്ധ വിദ്യാർത്ഥികൾക്ക് എത്തുകയും അക്കാദമിക് ആക്ടിവിസം ചലനാത്മകമായി ക്ലാസ് റൂമിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്തരം ക്വാളിറ്റി എൻഹാൻസ്മെന്റിന്റെ അല്ലെങ്കിൽ ക്വാളിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ഘട്ടത്തെക്കുറിച്ച് ഒരു സ്വപ്നം പോലും ഇല്ലാതെ ഇപ്പോൾ വർദ്ധിപ്പിച്ചതൊക്കെ കൂടിപ്പോകുമെന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് മേഖലയിലാണെങ്കിലും പഠിക്കാൻ അവസരം ഉണ്ടാകണം.
ഞങ്ങളുടെയും ആഗ്രഹം പരമാവധി അത് ഗവൺമെന്റ് മേഖലയിൽ അല്ലെങ്കിൽ പൊതുമേഖലയിൽ പഠിക്കാൻ അവസരമുണ്ടാകണം എന്നാണ് നമ്മൾ പറയുന്നത്. ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പഠിക്കാനുള്ള അവസരത്തിന്റെ ലഭ്യതയ്ക്കൊപ്പം തന്നെ പ്രധാനമാണ് അത് നിലവാരത്തോടുകൂടി പഠിക്കാനും അതുവഴി മികച്ച ഒരു മനുഷ്യ വിഭവശേഷി രൂപപ്പെടാനുള്ള അവസരമുണ്ടാകുക എന്നതും. ആ ലെവലിലേക്ക്, ആ നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ ഒരുപക്ഷെ സർക്കാരുകൾ തയ്യാറാവുന്നില്ല എന്ന്, അത് UDF സർക്കാരിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ ഒന്നും തയ്യാറാവുന്നില്ല എന്നതിൻ്റെ കൂടി ബാക്കി പത്രമല്ലേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ അധിക ബാച്ച് അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത്, അതിൽ തീരുമാനമെടുക്കാൻ പോലും വൈകുന്നത്. ഇവിടെ ഇർഷാദ് നമ്മുടെ ഒരു വിദ്യാർത്ഥി നേതാവാണ്. നേരത്തെ ഹക്കീം സൂചിപ്പിച്ച പോലെ പറയുമ്പോൾ കാണിക്കേണ്ട ഒരു പക്വത കാണിച്ചില്ല. അത് പോട്ടെ, അത് നമ്മളങ്ങനെ കാര്യമായി പരിഗണിക്കുന്നില്ല. ഇവിടെ ഇർഷാദും ചർച്ചയിൽ പങ്കെടുക്കുന്നവരും മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാരിൻ്റെ പുതിയ തീരുമാനം തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം, 50,000-ൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ഈ തീരുമാനം പൂർണ്ണമായും പ്രാവർത്തികമാക്കിയാൽ തന്നെ 10,000-ൻ്റെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക. ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന വിഷയമാകുമ്പോൾ ഒറ്റയടിക്ക് ഈ ഗവൺമെൻറ് തന്നെ ഈ വർഷം തന്നെ അത് പരിഹരിക്കണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഖജനാവും സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി ഒരു ഗവൺമെൻറ്റിന് പരിഹരിക്കേണ്ടി വരും. ഞാനിത് അനുവദിക്കണമെന്ന വാദത്തെ, ഇർഷാദ് പറയുന്ന അതേ വാദത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഇതുവരെ ഇവിടെ സംസാരിച്ചത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ +2-വിനല്ലാതെ മറ്റുള്ളതിന് പോയിക്കൂടെ, മറ്റുള്ള കോഴ്സുകൾ കൂടി ശാക്തീകരിക്കേണ്ടേ എന്ന ചോദ്യമാണ്. അതൊക്കെ തീർച്ചയായും ആ രംഗത്ത് വലിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു കരിക്കുലവും പാറ്റേണൊക്കെയാണ്. അതിലിപ്പോൾ ടൈപ്പിങ്ങും വയറിങ്ങും ഒക്കെയാണ്. നമ്മുടെ വയറിങ് അപ്രസക്തമാണെന്ന് ഞാൻ പറയുന്നില്ല, ടൈപ്പിംഗ് പോലെ അപ്രസക്തമായ കാര്യങ്ങൾ പോലും ഇന്നത്തെ VHSC കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരം കോഴ്സുകൾക്ക് വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ്. 27 സ്കൂളിൽ മലപ്പുറം ജില്ലയിലുണ്ട്, അല്ലെങ്കിൽ 32 സ്കൂളിൽ പാലക്കാട് ജില്ലയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വരുന്നത് കേവലം 1000-ൽ താഴെ സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ അന്തരത്തിന് പരിഹാരം ഉണ്ടാകുക തന്നെ വേണം. പരമാവധി കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. താങ്കൾ സാമ്പത്തിക ബാധ്യത, സർക്കാരിന് ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് സംസാരിച്ചു. സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, ഈ വർഷം SSLC കഴിഞ്ഞ് പുറത്തിറങ്ങാനിടയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ഒരുപക്ഷെ വിജയശതമാനത്തിൽ വേരിയേഷൻ ഉണ്ടായേക്കാം. എങ്കിലും ഏറെക്കുറെ ഒരു ധാരണ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിനനുസരിച്ചൊരു ആസൂത്രണം ഉണ്ടെങ്കിൽ ഈ ബാധ്യത എന്നത് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അതുമാത്രവുമല്ല, ഇപ്പോൾ അധിക അവസരങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിന് അവസരങ്ങൾ ഇല്ല എന്ന് പറയുന്ന ജില്ലകളിൽ നിന്നും മാത്രമല്ല അധിക ബാച്ചിന് അപേക്ഷ ക്ഷണിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്നു കൂടിയാണ്. അതും ഒരു ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. അല്ല, അത് പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നത്. കുട്ടികളുടെ ഇതിനുള്ള പഠിക്കാനുള്ള അവസരക്കുറവും സീറ്റുകളുടെ കുറവും അപേക്ഷയും പരിഗണിച്ച് രണ്ടും പരിശോധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ ബിജുവും മറ്റുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ സന്ദേഹം ഇവിടെ വരാനുള്ളൊരു വലിയ പ്രചരണത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. എന്താണത്? ഈ അഴിമതിയും കച്ചവടവും ഒക്കെ സൂചിപ്പിക്കേണ്ടായി. ഈ ഗവൺമെൻറ് ഈ വിഷയത്തിൽ പോലും എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. ഗവൺമെൻറ് സ്കൂളുകൾ ഇല്ലെങ്കിൽ രണ്ടാമത് കൊടുക്കുന്നത് സൊസൈറ്റികൾ, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ, ഇവർക്കാണ്. മൂന്നാമത് മാത്രമാണ് ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക് എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിലെ എല്ലാ കക്ഷികളെയും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്